ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR ഫയൽ ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ തന്നെ പകുതി പേർക്കും തലവേദനയാണ് അല്ലേ? ഏതാണ് ഫോം, എന്താണ് സെക്ഷൻ, എവിടെയാണ് ഡിഡക്ഷൻ കിട്ടുക, ആകെപ്പാടെ കൺഫ്യൂഷൻ. എന്നാൽ ആ കൺഫ്യൂഷനൊക്കെ മാറാൻ പോവുകയാണ്. കഴിഞ്ഞ 63 വർഷമായി നമ്മൾ പിന്തുടരുന്ന 161 ആ പഴയ ഇൻകം ടാക്സ് നിയമം മാറാൻ പോവുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ, അതായത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ തികച്ചും പുതിയതും ലളിതവുമായ നിയമങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് ആ വലിയ മാറ്റങ്ങൾ? ഇത് സാധാരണക്കാരായ നമ്മളെ എങ്ങനെ സഹായിക്കും? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിയമം ഇനി സാധാരണക്കാരനും മനസ്സിലാകും. പഴയ 1961 നിയമത്തിൽ 819 സെക്ഷനുകളും നൂലാമാലകളും ഉണ്ടായിരുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് അല്ലാതെ സാധാരണ ഒരാൾക്ക് ഇതൊന്നും വായിച്ചാൽ മനസ്സിലാകുകയില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നത് വളരെ കുറച്ച് സെക്ഷനുകളുമായിട്ടാണ്. നിയമത്തിലെ ഭാഷയും വളരെ ലളിതമായിരിക്കും. അതായത് ഏത് വരുമാനം അത് ഏത് വകുപ്പിൽ വരുമെന്ന് മനസ്സിലാക്കാൻ ഇനി നിയമപുസ്തകം നോക്കി വിയർക്കേണ്ടി വരില്ല. രണ്ടാമത്തെ മാറ്റം പുതിയ ITR ഫോമുകളാണ്. ITR ഫോം തുറന്നാൽ തന്നെ പേടിയാകുന്നവരുണ്ട്. ഒരേ വിവരങ്ങൾ തന്നെ പലയിടത്തായി പൂരിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ. എന്നാൽ പുതിയ മാറ്റം വരുന്നതോടെ ഫോമുകൾ ചെറുതാകും. ആവശ്യമില്ലാത്ത ഷെഡ്യൂളുകൾ ഒഴിവാക്കും. മാത്രമല്ല, ഭൂരിഭാഗം വിവരങ്ങളും അതിൽ പ്രീ ഫിൽഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ വിവരങ്ങൾ അതിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ചുരുക്കത്തിൽ ടാക്സ് ഫയൽ ചെയ്യുക എന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമായി മാറും. മൂന്നാമത്തെ കാര്യം, അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന കൺഫ്യൂഷൻ മാറുന്നു. നമ്മൾ സമ്പാദിക്കുന്നത് ഒരു വർഷം, ടാക്സ് കണക്കാക്കുന്നത് അടുത്ത വർഷം, ഫയൽ ചെയ്യുന്നത് വേറൊരു വർഷം. തുടക്കക്കാർക്ക് ഇത് വലിയൊരു തലവേദനയാണ്. പുതിയ നിയമത്തിൽ ടാക്സ് ഇയർ എന്ന ഒറ്റ കൺസെപ്റ്റേ ഉണ്ടാകൂ. ഏത് വർഷമാണോ വരുമാനം ഉണ്ടാകുന്നത് ആ വർഷത്തെ നികുതി കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കണക്കുകൂട്ടലുകൾ ഇനി നേരെ വാ നേരെ പോ എന്ന രീതിയിലാകും. ഇനി എല്ലാവർക്കും പേടിയുള്ള കാര്യമുണ്ട്. നിയമം മാറുമ്പോൾ ടാക്സ് കൂടുമോ? പേടിക്കണ്ട. നികുതി നിരക്കുകളിലോ സ്ലാബുകളിലോ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലില്ല. സർക്കാരിന്റെ ലക്ഷ്യം നികുതി കൂട്ടലല്ല, മറിച്ച് നികുതി കൊടുക്കുന്ന രീതി ലളിതമാക്കലാണ്. അതുകൊണ്ട് തന്നെ സ്ലാബുകളിലും സർചാർജുകളിലും ഒന്നും പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട. മധ്യവർഗക്കാർക്ക് ഇതൊരു ആശ്വാസമാണ്. അവസാനമായി, ഇൻകം ടാക്സ് നോട്ടീസുകൾ കുറയും. പഴയ നിയമത്തിലെ അവ്യക്തതകൾ കാരണമായിരുന്നു പലർക്കും അനാവശ്യമായ നോട്ടീസുകൾ വന്നിരുന്നത്. നിയമം ലളിതമാകുന്നതോടെ ഇത്തരം തർക്കങ്ങളും നോട്ടീസുകളും കുറയും. ഫേസ്ലെസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകും. അതായത് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്ന തെറ്റുകൾക്ക് ഇനി അധികൃതരുടെ പുറകെ നടക്കേണ്ടി വരില്ല. ചുരുക്കി പറഞ്ഞാൽ, വരുന്ന ഏപ്രിൽ 1 എന്നത് വെറും ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമല്ല, ഒരു പുതിയ ടാക്സ് യുഗത്തിന്റെ തുടക്കമാണ്. 63 വർഷം പഴകിയ ഒരു നിയമം മാറുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇനി ടാക്സ് ഫയലിംഗ് ഒരു പേടി സ്വപ്നമായിരിക്കില്ല, മറിച്ച് വളരെ സ്മൂത്ത് ആയ ഒരു പ്രോസസ് ആയിരിക്കും. ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. സാമ്പത്തിക ലോകത്തെ ഇത്തരം പുതിയ വിശേഷങ്ങൾക്കും അറിവുകൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.